എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന സെപ്റ്റംബർ 25 മുതൽ ആരംഭിക്കാൻ പോകുന്ന പലരുടെയും ജീവിതത്തിൽ വലിയ വഴിത്തിരിവാവാൻ സാധ്യതയുള്ള Xylem SSCയുടെ ഏറ്റവും പുതിയൊരു ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. 2026 SSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം മുതലേ കാര്യമായി പഠിക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനി SSC പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ 25 മുതൽ നമ്മൾ ആരംഭിക്കുന്നു SSC റെഗുലർ ബാച്ച്. 2026 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ SSC എക്സാമുകൾക്കും വേണ്ടിയിട്ട്, അതായത് ഒരു CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, തുടങ്ങിയ ഏത് SSC എക്സാം ആണോ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, എസ്പെഷ്യലി CGLന്റെ ടയർ 2 എക്സാം വരെ എഴുതാൻ തക്കതായ രീതിയിലായിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ നല്ല കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാം, ഈ ഒരു ബാച്ചിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ വരിക എന്ന്. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും ഈ ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ദിവസവും 2 ക്ലാസ്സുകൾ വീതമായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക. 2 ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സമയമെടുത്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. ഒട്ടും ധൃതിയില്ലാതെ 2 ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ, ഈ ഒരു കോഴ്സിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കൂടാതെ ഞായറാഴ്ച ദിവസം ക്ലാസ് ഉണ്ടാവത്തില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാഴ്ചയിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിനെ റിവിഷൻ ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം കയറേണ്ട ടോപ്പിക് ഏതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ QAയിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റം നല്ല വൃത്തിയായി പഠിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ LCF HCF പഠിക്കണം, പെർസെൻറ്റേജ് പഠിക്കണം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കണം. ഇത് 4 നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോ മാസത്തിലും ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകും തോറും എന്തൊക്കെ പഠിക്കണം എന്ന് വ്യക്തമായും നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ QAയുടെ കാര്യം മാത്രമല്ല, റീസണിങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എങ്ങനെയാണ്, മുന്നോട്ട് പോകുന്തോറും നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഇംഗ്ലീഷിൽ എങ്ങനെ വേണം, GA എങ്ങനെ വേണം, ഇതൊക്കെ നമ്മളൊരു പ്ലാൻ പ്രകാരം തന്നെ അടുത്ത 1 വർഷം മുന്നോട്ട് പോകും. 1 വർഷമായിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തെ 10 മാസം കൊണ്ട് നിങ്ങൾക്കൊരു SSC എക്സാമിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ വളരെ തുടക്കം മുതൽ, ബേസ് മുതൽ തന്നെ പഠിപ്പിച്ചു പോകും. ദെൻ അടുത്ത 2 മാസം നിങ്ങൾ എന്താണോ ഈ 10 മാസത്തിൽ നല്ല വൃത്തിയായി പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷനും നിങ്ങൾക്ക് തരും. അങ്ങനെ 1 വർഷം കൊണ്ട് ഒരു SSC എക്സാമിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും നല്ല വൃത്തിയായി നമ്മൾ പഠിച്ചു മാറും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാവുന്ന വേറൊരു കാര്യം, ക്ലാസ്സുകളൊക്കെ ഓക്കെ, ഇതൊരു കോമ്പറ്റേറ്റീവ് ഒരു എക്സാം ആണ്. അപ്പോൾ നോർമലി ഈ പറയുന്ന പോലെ നമുക്ക് ആക്യുറസി വേണം, നല്ല സ്പീഡ് വേണം എക്സാം എഴുതുമ്പോൾ. അപ്പോൾ എത്രത്തോളം എക്സാം എഴുതുന്നോ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ പരീക്ഷയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ എക്സാമുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് 3 രീതിയിലുള്ള എക്സാമുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, വീക്ക്ലി ടെസ്റ്റ്. ഒരാഴ്ചയിൽ നിങ്ങൾ ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ, ഒരാഴ്ചയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ട് പൂർണ്ണമായും ഓരോ ആഴ്ച കഴിയും തോറും നിങ്ങൾക്കൊരു വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചതിന് ശേഷം ഈ ഒരു ടെസ്റ്റിലൂടെ റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് കൂടാതെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് തീർന്നതിന് ശേഷം ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ ഇട്ട് തരും. നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് അല്ലെ ഡയറക്ഷൻ, ഇങ്ങനെ ഒരു ടോപ്പിക്ക് തീർന്നു. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു CGL ലെവൽ എക്സാം വരെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചോദിക്കാം, ആ രീതിയിൽ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നു. അതിനെ നിങ്ങൾ നന്നായിട്ട് ആ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കയറിക്കൊണ്ടേയിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു SSC എക്സാം നടക്കുക ആ പാറ്റേണിൽ തന്നെ അതേപോലെ തന്നെ ഫുൾ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വർഷത്തെ SSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇതൊരു അവസരമായി കണ്ട് ഇപ്പം തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേറ്റ് മറന്നു പോകേണ്ട, സെപ്റ്റംബർ 25. ജോയിൻ ചെയ്ത ശേഷം ഒരു കാര്യം പോലും പെൻഡിങ് ഇല്ലാതെ പഠിച്ച്
തരുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് കൃത്യമായൊരു പ്ലാനിങ്ങോടെ അടുത്ത വർഷത്തെ SSC എക്സാമിലേക്കും കൂടാതെ ഒരു കേന്ദ്ര സർക്കാർ സർവീസിലേക്കും നമുക്ക് നടന്നു നീങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ഈ SSC റെഗുലർ ബാച്ച് മാറട്ടെ. താങ്ക് യു.